നമസ്കാരം. ജ്യോതിടെക് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ജ്യോതിഷ പഠന പദ്ധതി എന്ന പരമ്പരയിൽ ഇന്ന് നമ്മൾ സൂര്യൻ്റെ കാരകത്വങ്ങളെക്കുറിച്ചാണ് പരിശോധിക്കുന്നത്. ജ്യോതിഷം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ജ്യോതിഷത്തിൽ താല്പര്യമുള്ളവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഓരോ ഗ്രഹങ്ങളുടെയും കാരകത്വങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ ഫലപ്രവചനത്തിന് അത് വളരെയേറെ സഹായകമാകുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്കേവർക്കും പ്രയോജനപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യം നമുക്ക് ഹോരയിൽ സൂര്യനെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. മധു പിംഗളദൃക് ചതുരശ്രതനു പിത്തപ്രകൃതി സവിതാൽപകച്ച എന്നാണ് സൂര്യൻ്റെ സ്വരൂപത്തെക്കുറിച്ച് ശ്രീ വരാഹമിഹിരാചാര്യർ പറഞ്ഞിരിക്കുന്നത്. അതായത് സൂര്യന് തേനിൻ്റെ നിറത്തിലുള്ള കണ്ണുകളും ഉയരത്തിന് ആനുപാതികമായ തടിയും പിത്തപ്രകൃതിയും തലയിൽ തലമുടി കുറഞ്ഞുമിരിക്കും. സൂര്യൻ തനിച്ച് ലഗ്നത്തിൽ നിൽക്കുകയോ സൂര്യൻ്റെ രാശി ലഗ്നമായിട്ടോ ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് ജാതകനിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ആരോപിക്കാവുന്നതാണ്. കൂടാതെ ലഗ്നം നവാംശകം ചെയ്തിരിക്കുന്നത് ചിങ്ങത്തിലാണെങ്കിലും ഈ കാര്യങ്ങൾ പറയാവുന്നതാണ്. ഇനി സൂര്യൻ്റെ കാരകത്വത്തെക്കുറിച്ച് ഫലദീപികയിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം. താമ്രം സ്വർണം പിതൃശുഭഫലം ആത്മസൗഖ്യം പ്രതാപം ധൈര്യം ശൗര്യം സമിതി വിജയം രാജസേവാ പ്രകാശം ശൈവം കാര്യം വനഗിരിഗതിയും ഹോമകാര്യ പ്രവൃത്തിയും ദേവസ്ഥാനം കഥയുതുമുത ദൈഷ്ണ്യം ഉത്സാഹമർക്കാതെ എന്നാണ്. താമ്രം എന്ന് വെച്ചാൽ ചെമ്പാണ്. സൂര്യന് ചെമ്പിൻ്റെയും സ്വർണത്തിൻ്റെയും കാരകത്വമുണ്ട്. ഇതിൽ ബലവാനായ സൂര്യനെ കൊണ്ട് സ്വർണത്തെയും ബലഹീനനായ സൂര്യനെ കൊണ്ട് ചെമ്പിനെയും നിരൂപിച്ചു കൊള്ളേണ്ടതാണ്. പിതൃശുഭഫലം എന്നാൽ സൂര്യൻ ബലവാനും ഇഷ്ടസ്ഥാനസ്ഥിതനുമൊക്കെയാണെങ്കിൽ പിതാവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ ശുഭകരമായ അനുഭവങ്ങൾ ഉണ്ടാകുമെന്നും സൂര്യന് ബലമില്ലെങ്കിൽ പിതാവിനെ സംബന്ധിച്ച കാര്യങ്ങൾക്ക് അശുഭകരമായ അനുഭവങ്ങൾ ഉണ്ടാകുമെന്നും പറയണം. സൂര്യൻ പിതൃകാരകനാണല്ലോ. ആത്മസൗഖ്യം എന്നാൽ സൂര്യൻ ആത്മകാരകനാണ്. ഒരു ജാതകത്തിൽ സൂര്യന് ബലമുണ്ടായിരിക്കണം. എങ്കിലേ അയാൾക്ക് എന്തിനും ഏതിനും ഒരു ചൈതന്യവും ഊർജ്ജസ്വലതയും ഒക്കെ ഉണ്ടാകും. ഇല്ലെങ്കിൽ അയാൾ ചൈതന്യം നഷ്ടപ്പെട്ട് ഒരു മരത്തടിക്ക് തുല്യനായി പോകുന്നതാണ്. സൂര്യൻ പദവികളുടെയും സ്ഥാനമാനങ്ങളുടെയും മേധാവിത്വങ്ങളുടെയും ഗ്രഹമാണ്. അതുകൊണ്ടാണ് പ്രതാപം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ധൈര്യം ശൗര്യം സമിതി വിജയം എന്നാൽ ഒരു കാര്യത്തിൽ തൻ്റെ ഇടത്തോടെ ധീരമായ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ സൂര്യൻ ജാതകത്തിൽ ബലമായി നിൽക്കണം. അങ്ങനെ നിൽക്കുമ്പോൾ ആ വ്യക്തി വളരെ ശൂരനും സംഘടനാ പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിക്കുന്നവനുമായിരിക്കും. രാജസേവ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് സർക്കാരിനെ സേവിക്കുക എന്നാണ്. ഗവൺമെൻറ് സംബന്ധമായ ഏത് കാര്യവും നമ്മൾ സൂര്യനെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. സർക്കാർ ജോലി, സർക്കാർ സംബന്ധമായ ഇടപാടുകൾ, ഇതെല്ലാം സൂര്യനെ വെച്ചാണ് നാം മനസ്സിലാക്കേണ്ടത്. പ്രകാശം എന്ന് വെച്ചാൽ പ്രകാശമുള്ള വസ്തുക്കൾ തന്നെ. ശൈവം കാര്യം എന്ന് വെച്ചാൽ ശിവസംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സൂര്യനെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. ഒരു പ്രശ്നത്തിലായാലും മഹാദേവനെ സൂചിപ്പിക്കുന്ന ഗ്രഹം സൂര്യനാണ്. വനഗിരിഗതിം എന്നാൽ വനത്തിൽ കൂടിയും പർവ്വതങ്ങളിൽ കൂടിയും ഉള്ള സഞ്ചാരം എന്നാണ്. ഈ മേഖലകളിൽ യാത്ര ചെയ്യുവാൻ ഇവർക്ക് വളരെ ഇഷ്ടമായിരിക്കും. ഈ മേഖലകളിൽ തൊഴിൽ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെയും സൂര്യൻ സൂചിപ്പിക്കുന്നു. ഹോമകാര്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ പൂജകൾക്ക് വേണ്ടി ചെയ്യുന്ന ഹോമം തന്നെയാണ്. ഹോമത്തെ പ്രതിനിധീകരിക്കുന്ന ഗ്രഹം സൂര്യനാണ്. അതിനാൽ ഹോമത്തെ സംബന്ധിക്കുന്ന ഏത് കാര്യവും സൂര്യനെ കൊണ്ട് ചിന്തിക്കണം. ദേവസ്ഥാനം കഥയത് ബുധ എന്നാൽ നമ്മൾ ഒരു അമ്പലത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആരാധനാലയത്തിൻ്റെയോ സ്ഥാനം കണക്കാക്കുന്നത് സൂര്യനെ വെച്ചിട്ടാണ്. ഒരിടത്ത് ഒരു ആരാധനാലയമുണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് കണക്ക് കൂട്ടുന്നതും സൂര്യനെ വെച്ചിട്ടാണ്. ബുധന്മാർ എന്ന് ഉദ്ദേശിക്കുന്നത് പണ്ഡിതന്മാരെയാണ്. ദൈഷ്ണ്യം ഉത്സാഹമർക്കാതെ എന്നാൽ തീഷ്ണതയെയും ഉത്സാഹത്തെയും സൂര്യനെ കൊണ്ട് ചിന്തിക്കണം എന്നാണ്. അപ്പോൾ സൂര്യനെക്കുറിച്ച് മന്ത്രേശ്വരൻ തൻ്റെ കൃതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെയാണ്. ഇതുകൂടാതെ സൂര്യൻ അസ്ഥിയുടെയും വൈദ്യത്തിൻ്റെയും കാരകനാണ്. സൂര്യൻ ഒരു ആഗ്നേയ ഗ്രഹമാണ്. പിത്തത്തിൻ്റെ കാരകനാണ്. സൂര്യൻ അച്ഛനെയും രാജാവിനെയും ദേവനെയും പ്രതിനിധീകരിക്കുന്നു. ദിനരാത്രങ്ങളുടെ കാരകനും സൂര്യനാണ്. ജ്യോതിഷത്തിൻ്റെ കാരകനും സൂര്യൻ തന്നെയാണ്. നവരത്നങ്ങളിൽ സൂര്യൻ മാണിക്യത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. സൂര്യൻ്റെ കാരകത്വങ്ങൾ ഇനിയും ധാരാളമുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.